ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു നാടൻ കൂട്ടാൻ്റെ റെസിപ്പി കേട്ടോ. എല്ലാവർക്കും അറിയായിരിക്കും, ഉരുളൻകിഴങ്ങും സവാളയും വെച്ചിട്ടുള്ള കറിയാണ്. നമ്മൾ വറുത്തരച്ച് വെക്കില്ല അതന്നെ. അപ്പോൾ അതിന് ആവശ്യമുള്ള ഉരുളക്കിഴങ്ങും സവാളയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ സവാളയൊക്കെ തീരെ ചെറുതാക്കി ഒന്ന് അരിയണ്ട കേട്ടോ, കുറച്ച് വലുതാക്കി തന്നെ അരിയണം. പിന്നെ പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ടുണ്ട്. എല്ലാം 1/4 സ്പൂൺ വെച്ചിട്ടാണ് ഇട്ടിട്ടുള്ളൂ, ഒട്ടും കൂടുതലൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ കറി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും എല്ലാത്തിനും പറ്റിയ കറി കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ തേങ്ങ ഞാൻ നോമ്പിന് മുമ്പേ വറുത്ത് വെച്ച തേങ്ങ ഉള്ളതുകൊണ്ട് അതിലിടാനുള്ള സംഗതികൾ ചൂടാക്കിയെടുത്തതാണ്. 1 സ്പൂൺ പെരിഞ്ചീരകവും, ഒരു 3-4 വെളുത്തുള്ളിയും, ഒരു 4 ഗ്രാമ്പൂ, 5-6 കുരുമുളക്, കുറച്ച് വേപ്പില, ഇത്രയും തേങ്ങയിലിട്ടിട്ട് തേങ്ങയുടെ കൂടെ വറുത്തെടുക്കാട്ടോ ചെയ്യണത്. ഇപ്പം എൻ്റെ കയ്യിൽ വറുത്ത തേങ്ങ ഉള്ളതുകൊണ്ട് അതൊന്ന് ചൂടാക്കിയിട്ട് ഞാൻ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഈ തേങ്ങയും കൂടി നന്നായിട്ടൊന്നുകൂടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇടണം എന്നില്ല, മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ടത് മതിയാവും. മുളക് പൊടി മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക, എരിവിന് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുക. പിന്നെ അത് നന്നായിട്ട് ഒന്നും കൂടി വറുത്തെടുക്കുക. ഇത് എണ്ണയൊന്നും ഒഴിച്ചിട്ടല്ല കേട്ടോ, ഡ്രൈ ആയിട്ട് വറുത്തെടുക്കുന്നതാണ്. ഇനി അതവിടെ ഇരുന്ന് ചൂടാറുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അരച്ചെടുക്കണം. അപ്പോഴത്തേനും നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഈ വേവ് ഒരുപാട് ഇങ്ങനെ വെന്തൊടിഞ്ഞ് പോവരുത്, എന്നാൽ വേവാതെയും ഇരിക്കരുത്. ആ ഒരു പാകത്തിന് വേവ് ആക്കിയെടുത്താൽ മതി, കൂടുതൽ വേവരുത്, അപ്പോൾ ആ ടേസ്റ്റ് പോകും. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കുക. ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് എത്ര നമുക്ക് കറി ലൂസ് വേണം അതിനനുസരിച്ചിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇനി ഇതൊന്ന് താളിച്ചും കൂടി എടുത്താൽ കറി റെഡിയാവും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഒരു പകുതി സവാളയുടെ ഒരു കഷ്ണം ഇരിപ്പുണ്ടായി, അപ്പോൾ അത് വേസ്റ്റാക്കി പോകണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ കറിക്ക് സവാളയല്ല തക്കാളിയുടെ ആവശ്യമൊന്നുമില്ല, അപ്പോൾ അത് വേസ്റ്റാക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഇതിലേക്ക് ഇട്ടുന്നുള്ളൂ. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ, എന്നിട്ട് കടുക് വറുത്തിടാം. അപ്പോൾ ഈ കറി നമുക്ക് ഒരു കറി തന്നെ എല്ലാത്തിനും കോമ്പിനേഷനാവും. അപ്പോൾ ചപ്പാത്തി, പത്തിരി, പൊറോട്ട, ഇടിയപ്പം എന്തിനും കോമ്പിനേഷനാണ്. പിന്നെ ചോറിനും കൂടി പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ തലവേദന ഒരു ദിവസത്തെ കാര്യം അങ്ങനെ കഴിഞ്ഞു വെക്കോളും. പിന്നെ ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനായിട്ട് മീൻ വറുത്തത്, ഒരു ഉണക്കമീൻ വറുത്തതാണെങ്കിൽ അടിപൊളിയാണ്, അത് കൂട്ടി ചോറ് തിന്നാനായിട്ട്. അതാണ് കോമ്പിനേഷൻ, വേറെ ഒന്നും വേണ്ട, നമുക്ക് നന്നായിട്ട് ഊണ് കഴിക്കാൻ പറ്റും. അങ്ങനെ കറിയൊക്കെ തിളച്ച് വന്നപ്പോൾ അതിലേക്ക് കടുക് വറുത്തിടാണ്. കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ഉള്ളി അരിഞ്ഞ് താളിക്കണമെങ്കിൽ അതും അങ്ങനെയും ചെയ്യാം. താളിച്ചിട്ട് ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് മിക്സ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ അടിപൊളി നല്ല ടെക്സ്റ്ററോട് കൂടിയിട്ട് നല്ലൊരു കറി കിട്ടും. പണ്ടൊക്കെ ഉള്ളവർ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കറി കേട്ടോ. അപ്പോൾ ഇപ്പോൾ എപ്പോഴും നമ്മൾ ഈ ചിക്കനും ബീഫും ഒക്കെ അല്ലേ, അപ്പോൾ ഒന്ന് മാറ്റി ഇങ്ങനെ ഇടയ്ക്കൊക്കെ ആക്കാം. പിന്നെ ഞാനതിനെ ഉണ്ടാക്കിയത് ഇടിയപ്പമാണ്. ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയത്. അപ്പോൾ ഇടിയപ്പം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ജ്യൂസ് അടിക്കാനായിട്ട് മുന്തിരി എടുത്തു. അപ്പോൾ മുന്തിരി വേവിച്ച് വെച്ചിട്ടുണ്ടായി, അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു, പഞ്ചസാര ഇട്ട് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് അടിച്ചെടുക്കാനാണ്. അപ്പോൾ ഈ മുന്തിരി വേവിക്കുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ട് ജ്യൂസ് അടിക്കുമല്ലോ, അപ്പോൾ അത് നമ്മൾ സാധാരണ പാത്രങ്ങളിൽ വേവിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെച്ചിട്ട് നമുക്ക് എടുത്ത് ജ്യൂസ് അടിക്കാനുള്ള ചെയ്യണം. അപ്പോൾ അതിന് അങ്ങനെ വേവിക്കുമ്പോൾ ഒരു ടിപ്പ് പറഞ്ഞുതരാം. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുക്കറിൽ വേവിച്ചാൽ മതി. കുക്കറിൽ ഒരു വിസിലടിച്ച് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു പാത്രത്തിൽ വേവിച്ചിട്ട് മിക്സിയിൽ ജ്യൂസ് അടിക്കുന്നതിനേക്കാളും കൂടുതൽ എല്ലാം എക്സ്ട്രാക്റ്റോടുകൂടി നമുക്ക് അതിൻ്റെ ഫുൾ ജ്യൂസ് കിട്ടും കുക്കറിൽ വേവിച്ചിട്ട് അടിക്കുകയാണെങ്കിൽ കേട്ടോ. ഞാൻ രണ്ടും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ വേവിച്ച ജ്യൂസാണ് കൂടുതൽ പെർഫെക്റ്റായിട്ട് എല്ലാ നീരും നമുക്ക് ഇങ്ങോട്ട് കിട്ടും. ഒട്ടും തന്നെ വേസ്റ്റ് ഉണ്ടാവില്ല അരിച്ചെടുക്കുമ്പോൾ അരിപ്പയിൽ, മറ്റേത് കുറേ വേസ്റ്റ് പോവും. അപ്പോൾ അങ്ങനെ ജ്യൂസൊക്കെ റെഡിയാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ട ബജിയായിട്ട് ഉണ്ടാക്കണത്. അപ്പോൾ അതിനായിട്ട് മുട്ട വേവിച്ച് വെച്ചിട്ടുണ്ട്, അതൊന്ന് നുറുക്കി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ബജിയുടെ ബാറ്ററും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കടലമാവും മൈദപ്പൊടിയും കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് അതിൽ ഈ പകുതിയാക്കിയ മുട്ട മുക്കി പൊരിച്ചെടുക്കാട്ടോ ചെയ്തത്. അങ്ങനെ ബജിയും റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ
2 ആപ്പിൾ ഇരിക്കണുണ്ടപ്പോൾ അതും കൂടി ഒന്ന് തോലൊക്കെ കളഞ്ഞ് ക്ലീനാക്കി മുറിച്ച് അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിഭവങ്ങളും വിശേഷങ്ങളും ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.